വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ആഖ്യാനങ്ങളും കലാസപര്യയും പ്രതിഫലിക്കുന്ന ലോക പ്രാദേശിക സിനിമകളുടെ സംഗമവേദിയാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേള. സിനിമാസ്വാദകർക്ക് ദൃശ്യവിരുന്നൊരുക്കുന്ന 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഒരുങ്ങുകയാണ് രാജ്യം. നവംബർ 20 മുതൽ 28 വരെ ഗോവയിൽ നടക്കുന്ന മേള ആഗോള സിനിമയുടെ അവിസ്മരണീയമായ ആഘോഷവേദിയാകും. ബ്രിട്ടീഷ് പോപ്പ് താരം റോബി വില്യംസിന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന മൈക്കിൾ ഗ്രേസിയുടെ ഓസ്ട്രേലിയൻ ചിത്രമായ ബെറ്റർമാന്റെ ഏഷ്യ പ്രീമിയറോടെയാണ് മേള ആരംഭിക്കുന്നത്. കാൻ പോലുള്ള ആഗോള മേളയുമായി താരതമ്യപ്പെടുത്താവുന്ന നിലയിൽ IFFI അന്താരാഷ്ട്ര തലത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ 55ാമത് IFFIയുടെ കർട്ടൻ റൈസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. This festival is an internationally, you compare, our festival is one of the largest festival in the international level. Our IFFI, you can compare with Cannes or some other festival. You see last how many years, last year and last year, our media people also came there, you presented there. So you find the differences, the festival, how it is glorious, festival is taking place. യുവ ചലച്ചിത്ര പ്രവർത്തകർ ഇപ്പോഴാണ് ഭാവി എന്നതാണ് ഈ വർഷത്തെ മേളയുടെ പ്രമേയം. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 180ലധികം അന്താരാഷ്ട്ര സിനിമകൾ IFFI 2024 പ്രദർശിപ്പിക്കും. വനിതാ സംവിധായകരുടെ 47 സിനിമകളും യുവ നവാഗത സംവിധായകരുടെ 66 സൃഷ്ടികളും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയാണ് കൺട്രി ഓഫ് ഫോക്കസ്. അസാധാരണമായ കഥപറച്ചിൽ രീതി കൊണ്ട് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഓസ്ട്രേലിയൻ സംവിധായകനായ ഫിലിപ്പ് നോയ്സിന് സത്യജിത് റേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും. മേളയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ സുവർണ മയൂരത്തിനായി 12 അന്താരാഷ്ട്ര സിനിമകൾ ഉൾപ്പെടെ 15 സിനിമകൾ മത്സരരംഗത്തുണ്ട്. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരവും ഭാഷാപരമായ വൈവിധ്യവും പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ സിനിമകളും പ്രദർശിപ്പിക്കും. രാജ്യത്തുടനീളമുള്ള യുവ ചലച്ചിത്ര നിർമ്മാണ പ്രതിഭകളെ അംഗീകരിക്കുന്നതിനായി ഒരു പുതിയ പുരസ്കാര വിഭാഗവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകന് സർട്ടിഫിക്കറ്റും 5 ലക്ഷം രൂപയും പുരസ്കാരമായി നൽകും. യുവ ചലച്ചിത്ര പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള IFFIയുടെ പ്രമേയവുമായി ഇത് ഇഴചേർന്ന് നിൽക്കുന്നു. ആകെ എൻട്രി ലഭിച്ച 102 സിനിമകളിൽ നിന്ന് 5 സിനിമകൾ ഈ അവാർഡിനായി മത്സരിക്കും. ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ സംരംഭം മുൻ പതിപ്പിലെ 75ൽ നിന്ന് ഇത്തവണ 100 യുവ പ്രതിഭകളെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് വിപുലീകരിച്ചിട്ടുണ്ട്. ഈ സംരംഭത്തിന് കീഴിൽ ഈ വർഷം 1032 റെക്കോർഡ് എൻട്രികളാണ് ലഭിച്ചിട്ടുള്ളത്. രാജ്യത്തുടനീളമുള്ള ഫിലിം സ്കൂളുകളിൽ നിന്ന് 400 യുവ ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് IFFIയിൽ പങ്കെടുക്കാൻ മന്ത്രാലയം സൗകര്യമൊരുക്കും. ഓഡിയോ വിവരണങ്ങൾ, ആംഗ്യഭാഷാ വ്യാഖ്യാനം എന്നിവയ്ക്കുള്ള സാങ്കേതിക സംവിധാനങ്ങളും ഈ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സവിശേഷതയാണ്. IFFIയുടെ ചരിത്രത്തിൽ ആദ്യമായി ദിവ്യാംഗർ ഉൾപ്പെടെ എല്ലാ സിനിമാ ആസ്വാദകർക്കും പ്രവേശനം ഉറപ്പാക്കുകയാണ് 2024 മേള.